ഷാക്കിർ, മതത്തിൽ നിന്നും മാറി നടന്ന മുസ്ലിം ലീഗിന് നിലനിൽപ്പുണ്ടോ? ഇല്ല, മതത്തിൽ നിന്ന് മാറി നടക്കാൻ ലീഗ് ഉദ്ദേശിക്കുന്നില്ല. മതവിശ്വാസമാണ്. മതേതരവാദി എന്ന് പറഞ്ഞാൽ അവൻ യഥാർത്ഥ മതവിശ്വാസിയായിരിക്കും. മതേതരത്വം എന്ന് പറഞ്ഞാൽ മറ്റ് മതവിശ്വാസികളോട് സാഹോദര്യത്തോടെ നിൽക്കുക, അതുപോലെ തന്നെ എല്ലാവരുമായും വളരെ സന്തോഷത്തോടെ സൗഹാർദ്ദത്തോടെ രാജ്യത്തെ കാര്യങ്ങളുമൊക്കെയായി മുന്നോട്ട് പോകും. നമ്മളത് ജീവിച്ച് കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾ നോക്ക്, ഇപ്പൊ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ജയിക്കുന്ന സീറ്റുകളിൽ മുസ്ലിംകളുടെ വോട്ട് മാത്രമല്ല കിട്ടുന്നത്. എന്തുകൊണ്ടാണ്? വോട്ട് എന്ന് പറഞ്ഞാൽ സ്വകാര്യമായി ചെയ്യുന്ന ഏർപ്പാടല്ലേ. മുസ്ലിം ലീഗിനെ കുറിച്ച് കൃത്യമായി ബോധ്യമുണ്ട്. ഞാൻ ശ്രീ PC ജോർജിനോട്, അദ്ദേഹത്തെ കുറേ കാലത്ത്, ഒരുപാട് കാലത്തിന് ശേഷമാണ് ഒരു ചാനൽ ചർച്ചയിൽ കിട്ടുന്നത്. അദ്ദേഹം എനിക്ക് തോന്നുന്നത് ഒരുപാട് കാലം നിയമസഭാ സാമാജികനൊക്കെയായി പൊതുപ്രവർത്തന രംഗത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലും ഐക്യ ജനാധിപത്യ മുന്നണിയിലും പ്രവർത്തിച്ചുള്ള അദ്ദേഹം ഈ നേരത്തെ ചർച്ചയിൽ പറഞ്ഞ ചില പരാമർശങ്ങളുണ്ട്. ജനം TV-യുടെ പ്രേക്ഷകർ അത് കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇനി യൂട്യൂബിലൊക്കെ അത് കാണാൻ സാധ്യതയുണ്ട്. അദ്ദേഹം മുഴുവൻ മുസ്ലിംകളും വർഗീയവാദികളാണ് എന്ന് പറഞ്ഞത് സത്യത്തിൽ നിങ്ങൾ നോക്കി, ശ്രീ അനിൽ നമ്പ്യാരാണെങ്കിലും ഈ ശ്രീ അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു ആണെങ്കിലും നമ്മൾ ഇത് കേൾക്കുന്ന എല്ലാവരും നമ്മൾ ഇവിടെ ഈ സമൂഹത്തിൽ ഒരുമിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. ആരാണ് നിങ്ങളോട് ഏതെങ്കിലും തരത്തിൽ വർഗീയമായി പെരുമാറിയതെന്ന് അറിയാൻ താല്പര്യമുണ്ട്. ഏതെങ്കിലും തീവ്രവാദ പ്രസ്ഥാനങ്ങൾ അങ്ങനെ മോശമായി പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ നോട്ടീസ് ഒട്ടിക്കുകയോ പ്രചരണം നടത്തുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ എന്തിനാണ് ഇല്ലാ കഥ പ്രചരിപ്പിക്കുന്നത്? അത് ആരെങ്കിലും വിശ്വസിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ ഒരുപാട് കാലമായി അച്യുതാനന്ദന്റെ കൂടെ മല കയറാനും അതുപോലെ തന്നെ ഇപ്പുറത്ത് ശക്തമായി പിണറായി എതിർക്കാനും ഒക്കെ നിങ്ങൾ നിന്നിട്ടുണ്ട്. അത് നിങ്ങളുടെ സ്ട്രോങ് നിലപാടുകൾ എല്ലാവർക്കും അറിയാം. അതിന് വിയോജിപ്പുമുണ്ട് രാഷ്ട്രീയപരമായി. പക്ഷെ നിങ്ങൾ ഇങ്ങനെ വർഗീയമായി നിങ്ങൾ ചിന്തിക്കുന്ന തരത്തിലേക്ക് ദയവായിട്ട്, നിങ്ങൾ BJP-യുടെ രാഷ്ട്രീയത്തിലാണ് ഇപ്പോൾ ഉള്ളതെന്നറിയാം, എന്നാൽ പോലും BJP-ക്കാർ പോലും പറയാത്ത രീതിയിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തരുത് എന്ന് വളരെ വിനീതമായി നിങ്ങളോട് നിങ്ങളെയൊക്കെ നേരത്തെ സ്നേഹിച്ചിരുന്ന ഒരാളെന്നുള്ള നിലക്ക് വളരെ വിനീത അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ തന്നെ പറഞ്ഞു കുഞ്ഞാലിക്കുട്ടി സാഹിബിനോടൊക്കെ നിങ്ങൾക്ക് വളരെ ഇഷ്ടമാണ്, ബന്ധമാണ്. അങ്ങനെയുള്ള ഒരു പാർട്ടിയെയും ആളുകളെയും കുറിച്ച് അടച്ചാക്ഷേപിക്കുന്നത് അത് ജനം TV-യിൽ ഇരുന്നാലും തിരക്കിടില്ല, BJP-യിലായാലും തിരക്കിടില്ല. അത് നിങ്ങൾ പുനരാലോചന നടത്തണം. നിങ്ങളുടെ പാർട്ടിയെ, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ഇഷ്ടമാണ്, നമ്മളതിൽ ഇടപെടാൻ വരുന്നില്ല. പക്ഷേ ഇല്ലാ കഥ പറയുമ്പോൾ ആളുകൾക്കിടയിൽ വിഭാഗീയത ഉണ്ടാക്കാൻ, ശത്രുത ഉണ്ടാക്കാൻ നിങ്ങൾ ദയവായി അവസരം ഉണ്ടാക്കരുത് എന്ന് വളരെ വിനീതമായി പറയാണ്. പാലോളി മുഹമ്മദ് കുട്ടിയുടെ ഉദ്ദേശം എന്താണെന്ന് വ്യക്തമാണ്. അദ്ദേഹം നേരത്തെ അഡ്വക്കേറ്റ് സുരേഷ് ബാബു പറഞ്ഞ പോലെ രാഷ്ട്രീയമാണ്. പിണറായി വിജയന്റെ ഈ ഭരണത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാലോ. 8.5 കൊല്ലമായി ഈ ദുർഭരണത്തിൽ CPM-കാർ ഉൾപ്പെടെ ഇവർക്കെതിരാണ്. അത് മറച്ചു വെക്കാനും ഭരണത്തിന്റെ കൊള്ളരുതായ്മകൾ ഇതുപോലെ ചാനലുകൾ, ഇപ്പൊ ജനം TV തന്നെ CPM-നെതിരാണല്ലോ. ഇന്ന് എന്താ ചർച്ചക്കെടുത്ത വിഷയം? നോക്കൂ നിങ്ങൾ, ഇവിടെ ജനങ്ങളെ ബാധിക്കുന്ന ഇഷ്ടംപോലെ വിഷയങ്ങളില്ലേ. ആ വിഷയം ചർച്ച ചെയ്യാവാതിരിക്കാൻ തെരഞ്ഞെടുപ്പുകൾ വന്നാൽ ഇവർ കാഫിർ സ്ക്രീൻഷോട്ട് പോലെ വ്യാജമായി നിർമ്മിച്ച് ജനങ്ങൾക്കിടയിൽ അത്തരം ചർച്ചകൾ കൊണ്ടുവരുന്നു. പാലക്കാടാണെങ്കിൽ ട്രോളി ബാഗ് പോലെയുള്ള അത്തരം വിഷയങ്ങൾ കൊണ്ടുവരുന്നു. ജനങ്ങളെ ബാധിക്കുന്ന എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്? അടിസ്ഥാന ജനങ്ങളെ ബാധിക്കുന്ന 100,000 പ്രശ്നങ്ങളുണ്ട്. പലജാതി പ്രശ്നങ്ങളുണ്ട്. 1.5 ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ ആയിക്കോട്ടെ അങ്ങനെയാണെങ്കിൽ ശരി, ആയിക്കോട്ടെ. 1.5 കൊല്ലം കഴിഞ്ഞാൽ കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും, വലിയ ഭൂരിപക്ഷത്തിൽ വരും. പിണറായി വിജയനും പിണറായിയുടെ പക്ഷെ നിങ്ങളിൽ ഒരു വിഭാഗത്തിന് ഇപ്പോഴും CPM-നോട് കൂറാണല്ലോ. പിണറായിയെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ ലീഗിൽ. മുസ്ലിം ലീഗ് ഇല്ലാന്ന് പറയാൻ പറ്റുമോ? ഷാക്കിറിനെ നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റുമോ? നിങ്ങളിൽ ഒരു വിഭാഗം ഇപ്പോഴും പിണറായിയെ പിന്തുണക്കുന്നവരില്ലേ, ഇല്ലാന്ന് പറയാൻ പറ്റുമോ? ഇടയ്ക്ക് ചർച്ചകളൊക്കെ നടന്നതല്ലേ, അല്ലാന്ന് പറയാൻ പറ്റുമോ? ഇനിയും ഭരണമില്ലാതെ മുസ്ലിം ലീഗിന് ഇരിക്കാൻ പറ്റില്ല. യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ CPM-ഉമായിട്ടും ഇടതുപക്ഷവുമായിട്ട് കൈകോർക്കാൻ ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം മുസ്ലിം ലീഗിലില്ലേ? നിങ്ങൾ തെറ്റായ പ്രസ്താവനയാണ്. ഒന്നുകിൽ നിങ്ങൾ തെറ്റിദ്ധാരണ, അല്ലെങ്കിൽ തെറ്റായ പ്രസ്താവന. ഞാൻ പറയട്ടെ, ആർക്കാണ് പിണറായി വ്യക്തിപരമായി ഒരു പക്ഷേ ഇപ്പൊ നമുക്ക് അഡ്വക്കേറ്റ് PM സുരേഷ് ബാബുവിനെ പോലെയുള്ള ആളുകൾ അങ്ങനെ പല നമുക്ക് താല്പര്യം ഇഷ്ടമൊക്കെ ഉണ്ടായിരിക്കാം. അത് രാഷ്ട്രീയമായിട്ടുള്ള ഇഷ്ടമല്ല, അത് രാഷ്ട്രീയ ഇഷ്ടമല്ല. നിങ്ങൾ ആ രീതിയിൽ വ്യാഖ്യാനിക്കേണ്ട. ആ സാഹചര്യം കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പിണറായിയുടെയും ഗോവിന്ദന്റെയും നമ്മൾ ചൂണ്ടയിൽ കൊത്തില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഇപ്പൊ അവർ ശൈലി മാറ്റിയിട്ടുള്ളത്. നിങ്ങൾക്കറിയില്ലേ CPM ലീഗിനെ കുറിച്ച് പറഞ്ഞതൊക്കെ? നിരാശാകാമുകരായിട്ടാണ് CPM ഇപ്പൊ ഇങ്ങനെ വിളിച്ചു പറയുന്നത്. പ്രണയ പകയാണ് CPM. അതിന്റെ ഭാഗമായിട്ടാണ്, ഗൂഢാലോചനയാണ്.